ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി മോട്ടിവേഷൻ എന്താണെന്നും തിയറീസ് ഓഫ് മോട്ടിവേഷനുമാണ് പഠിച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ നമ്മൾ തിയറി എക്സ്, തിയറി വൈ, ഹേഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറി, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഇങ്ങനെയുള്ള തിയറികളൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നു. അടുത്ത ടോപ്പിക്കാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ലീഡർ ഇല്ലാത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടം മാത്രമാണ്, അല്ലേ? അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോത്തുകളെ പോലെ മാത്രമാണ് ഒരു ലീഡർ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു ലീഡറില്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടം മാത്രമാണെന്ന്. ഒരാൾക്കൂട്ടത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരാൾ ഒരു സൈഡിലേക്കും വേറൊരാൾ വേറൊരു സൈഡിലേക്കും നടന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പോത്തുകളെ പോലെ യജമാനില്ലാത്ത പോത്തും കൂട്ടങ്ങളെ പോലെയാണ് ഒരു ലീഡറില്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓരോ ആൾക്കാരും അവർക്ക് തോന്നിയ ദിശയിലേക്ക് സഞ്ചരിക്കും. പക്ഷേ അവിടെ ഒരു ലീഡർ ഉണ്ടെങ്കിലോ അവരെല്ലാവരും ഒരേ ദിശയിലേക്ക് മാത്രമേ നടക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നമുക്കൊരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ലീഡറിൻ്റെ അത്യാവശ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിനെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ ആ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ ക്രൗഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഒരു ലീഡറെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ആ ക്രൗഡ് എന്നുള്ള ഗ്രൂപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ക്രൗഡ് അല്ലെങ്കിൽ ആ ലീഡറില്ലാത്ത, നാഥനില്ലാത്ത ആ ഗ്രൂപ്പിനെ നമ്മൾ മാറ്റുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു? അത് പെട്ടെന്ന് തന്നെ മാറിയിട്ട് അവിടെ കോർഡിനേഷനും ഡയറക്ഷനൊക്കെ വരുന്നു, അല്ലേ? ആ ഗ്രൂപ്പിനകത്ത് ലീഡർ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. എല്ലാ ആൾക്കാരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യുന്നു. ഓരോ ആൾക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ട കമാൻഡ്സ്, അഡ്വൈസ്, സജഷൻസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ ഡയറക്ഷൻ ഉണ്ടായി, അല്ലേ? അപ്പോൾ അവിടെ നല്ല കമ്മ്യൂണിക്കേഷൻ വരുന്നു, അല്ലേ? പരസ്പരം നല്ല രീതിയിൽ മെസ്സേജുകളൊക്കെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ഇടയിലേക്ക് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ, നോട്ട് 1-way കമ്മ്യൂണിക്കേഷൻ, ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടാകുന്നു, അല്ലേ? പിന്നെയോ അവിടെ ഈ ഗ്രൂപ്പിലുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് ഹി ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. എന്താണ് ഒരു റെപ്ലിക്കൻ്റാണ് ആരും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ലീഡർ എന്ന്. എന്താ റെപ്ലിക്കൻ്റ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ആ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ലീഡർ വരുന്ന സമയത്ത് അവിടെ വലിയ മാറ്റങ്ങൾ വരുന്നു. അവിടെ കോർഡിനേഷൻ വരുന്നു, കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഡയറക്ഷൻ വരുന്നു. അതുകൂടാതെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നു? ഒരു ലീഡർക്ക് സാധിക്കുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ലീഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് ലീഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഒരു ഗ്രൂപ്പിൻ്റെ ഗോളിന് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഗുഡ് ലീഡറിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കണം, അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പിന് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെങ്കിൽ അവിടെ ഒരു ലീഡർ വേണമെന്ന് പറയാൻ കാരണം എന്താ? എ ലീഡർ ഇൻ എ ഗ്രൂപ്പ് ക്യാൻ ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ഇൻ ദ സെയിം ഗ്രൂപ്പ്, അല്ലേ? ആ ഗ്രൂപ്പിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിനകത്തെ ആൾക്കാരുടെ ബിഹേവിയറിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളെയാണ് ആരെന്ന് പറയുന്നത്? ഒരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ആഗ്രഹിക്കുന്നത് ആ ബിസിനസ് ഓർഗനൈസേഷൻ ലാഭം ഉണ്ടാക്കണമെന്നുള്ളതാണ്. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റിൽ വിത്തൗട്ട് വേസ്റ്റേജ്
ആപ്റ്റ് ടൈമിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? വിത്ത് ദ മാക്സിമം എഫേർട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ആ ഓർഗനൈസേഷനകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ മാക്സിമം എഫേർട്ട് എടുക്കാൻ കാരണക്കാരാരാ? അവിടെയുള്ള ലീഡേഴ്സാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല. സോ management alone will not get organization success അല്ലേ. ഓർഗനൈസേഷൻസ് ആർ ഡിസ്കവറിങ് ദാറ്റ് സംതിങ് മോർ ഈസ് നീഡഡ്, ദാറ്റ് ഈസ് ലീഡർഷിപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ലീഡർഷിപ്പിൻ്റെയും കൂടെ സ്വാധീനം അല്ലെങ്കിൽ സഹായമില്ലാതെ ഓർഗനൈസേഷനകത്ത് ഒരു സക്സസ് കൊണ്ടുവരിക എന്നുള്ളത് വെരി മച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ലീഡർഷിപ്പിൻ്റെ ഒരു ഹിസ്റ്ററി പറയാം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് 1300-കളിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആദ്യം വന്ന വേർഡ് ലീഡർ എന്നാണ്. ലീഡർ എന്ന് വെച്ചാൽ എന്താ? ടു ലീഡ് സംതിങ് അല്ലേ. ലീഡർ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുള്ള ലഡൻ, LEDEN എന്നുള്ള ലഡൻ എന്നുള്ളതൊക്കെയാണ് അല്ലേ. അപ്പോൾ ആ ലഡൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ട്രാവൽ അല്ലെങ്കിൽ ഷോ ദി വേ അല്ലെ, നയിക്കുക, എന്താ നമുക്ക് നമ്മുടെ പാത കാണിച്ചു തരിക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. ഏതിനർത്ഥം വരുന്നത്? ലഡൻ എന്നുള്ള വാക്കിൽ നിന്ന് അർത്ഥം വരുന്നത്. അപ്പോൾ സഞ്ചരിക്കുക അല്ലെങ്കിൽ വഴി കാണിക്കുന്ന ആളെയാണല്ലോ നമ്മൾ എന്തെന്നായിട്ട് വിളിക്കുന്നത്? നമ്മൾ ലീഡർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് സംവൺ ഹൂ എക്സസൈസ് ഇൻഫ്ലുവൻസ് ഓവർ അതർ പീപ്പിൾ എന്നാണ് ബുച്ചനാൻ ആൻഡ് ഹുസ്കി പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ 2 ഡെഫിനിഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു R.T. ലിവിങ്സ്റ്റൺ പറഞ്ഞിട്ടുള്ള കാര്യം, ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു അവേക്കൺ ഇൻ അതേഴ്സ് ദ ഡിസൈർ ടു ഫോളോ എ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് അല്ലേ. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കഴിവാണ് അല്ലേ. മറ്റുള്ളവരിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തിന് നേടിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പിന്തുടർപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീഡർഷിപ്പ്. അതായത് ഒരാൾ മറ്റൊരാൾ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ ഒരാളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നതെന്നാണ് ആര് പറയുന്നത്? R.T. ലിവിങ്സ്റ്റൺ പറയുന്ന ഒരു കാര്യം. ഇനി കെയ്ത്ത് ഡേവിസ് എന്നുള്ള ആൾ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലീഡർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ഈസ് ദ ഹ്യൂമൻ ഫാക്ടർ വിച്ച് ബൈൻഡ്സ് എ ഗ്രൂപ്പ് ടുഗദർ ആൻഡ് മോട്ടിവേറ്റ് ഇറ്റ് ടുവേർഡ്സ് ഗോൾ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാനുഷികപരമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓരോ ആളിലും ഓരോ മനുഷ്യനിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ്. വിച്ച് ബൈൻഡ്സ് എ ഗ്രൂപ്പ് ടുഗദർ അല്ലേ. എന്ത് ചെയ്യുന്നു? എന്താണ് അവിടെ ചെയ്യുന്നത്? ആ ഹ്യൂമൻ ഫാക്ടർ എന്താ ചെയ്യുന്നത്? അത് ബൈൻഡ് ചെയ്യുന്നു. അതായത് ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ചു കൂട്ടുകയും അവരെ എന്ത് ചെയ്യുന്നു? പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിലേക്ക്? ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക്. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ചു ചേർക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മുടെ നമ്മുടെ ലീഡർഷിപ്പ് എന്ന് ആര് പറയുന്നു? കെയ്ത്ത് ഡേവിസ് പറയുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? നമുക്ക് ലീഡർഷിപ്പ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വെരി മച്ച് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമുക്കൊരു കൺക്ലൂഷനായിട്ട് പറയാം, ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ആൻഡ് ഡയറക്റ്റ് ദം ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. അതാണ് ഒരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഏതിൻ്റെ മീനിങ് ആയിട്ട്? നമുക്ക് ലീഡർഷിപ്പിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത്രയേ ഉള്ളൂ. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന? ഒരു എബിലിറ്റിയാണ് അല്ലേ. ആൾക്കാരുടെ സ്വഭാവത്തിന് ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ. അതായത് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനകത്ത് വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത പെരുമാറ്റ രീതിയിലുള്ള, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ. അവരുടെയൊക്കെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ലീഡർ വരുമ്പോൾ ആ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുടെ
ആൾക്കാരുടെ പെരുമാറ്റം ഒരേ ദിശയിലേക്ക് കൊണ്ടുവരികയും അവരെ ഒരേ ലക്ഷ്യത്തിലേക്ക്, അവരുടെ സ്വഭാവത്തിനെ ഒരേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അവരെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നതെന്നാണ് നമുക്കൊരു മീനിങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ആൻഡ് ഡയറക്റ്റ് ദം ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. അല്ലേ, എല്ലാ ആൾക്കാരുടെ പെരുമാറ്റത്തിനെ ഒരു ദിശയിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന് നേരിട്ട് നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് പറയാം, ദ എബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ടു വർക്ക്, അല്ലേ, വില്ലിംഗ്ലി ടുവേർഡ്സ് ഗോൾസ് ടു ദ ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റീസ്. അതാണ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എബിലിറ്റിയാണ്, ഒരു കഴിവാണ്, ആൾക്കാരുടെ ഒരു കഴിവാണ്. എന്തിന്, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താൻ, മറ്റുള്ളവരെ ജോലി ചെയ്യുന്നതിൽ, അല്ലേ, മറ്റുള്ളവർ ജോലി ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾസിലേക്ക് അവരെ കൊണ്ടുവരികയും അതിനുശേഷം ആ ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെ, ദ ബെസ്റ്റ് യൂസേജ് ഓഫ് ദിയർ എബിലിറ്റീസ്, ആ തൊഴിലാളികളുടെ കഴിവിനെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഡർഷിപ്പിൻ്റെ മീനിങ്ങും ഹിസ്റ്ററിയും ഡെഫിനിഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നേരെ പറയുകയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ലീഡർഷിപ്പ്. അല്ലേ, എന്തൊക്കെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഏതിലുള്ളത്, ലീഡർഷിപ്പിലുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ഒന്നാമത്തെ പറയുന്നു ഡയറക്ഷൻ്റെ, അല്ലേ, ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജർ ഫംഗ്ഷനിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഏത് പറയുന്നു, ലീഡർഷിപ്പ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ മീനിങ് പറയുമ്പോൾ പറഞ്ഞു, ഒരു ക്രൗഡിനകത്ത് ഒരു ലീഡർ വരികയാണെങ്കിൽ അവിടെ ഡയറക്ഷൻ വരുന്നു, കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്തെന്ന്, ഡയറക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലോവർ ലെവലിൽ മാത്രം മതിയോ, പോരാ. നമ്മുടെ ലീഡർഷിപ്പ് എന്ത് വേണം, ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ വേണം. അല്ലേ, അത് ടോപ്പ് ലെവലായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവലായാലും എല്ലാ ലെവൽസിലും എന്തിൻ്റെ അത്യാവശ്യമുണ്ട്, നമ്മുടെ ലീഡർഷിപ്പിൻ്റെ അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു ലീഡറും അയാൾക്കൊരു ഫോളോവേഴ്സും ഉണ്ടാവും. അല്ലേ, ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. ആ ഫോളോവേഴ്സാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഡർഷിപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നേച്ചറാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് മേക്കിംഗ് ദം ആക്ട് ടു അച്ചീവ് ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. വെറുതെ ആൾക്കാരുടെ പെരുമാറ്റത്തിനെ സ്വാധീനിച്ചാൽ മാത്രം പോരാ, എന്തും കൂടിയാണ് ചെയ്യേണ്ടത്, അവരെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏത് പറയുന്നത്, നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആൾക്കാരുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുകയും, അല്ലേ, ആൾക്കാരുടെ സ്വഭാവത്തെ സ്വാധീനിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ്, ഒരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഒരിക്കൽ എല്ലാവരെയും ലീഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി ലീഡ് ചെയ്യേണ്ട എന്നല്ല അതിനർത്ഥം. എന്ത് ചെയ്യണം, ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം എന്തും കൂടെ ഓർഗനൈസേഷൻ ആവശ്യമാണ്, ലീഡർഷിപ്പും കൂടെ ആവശ്യമെന്നാണ് പറയുന്ന ഒരു പോയിൻ്റ്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അതിനർത്ഥം എന്താ, ഒരു ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ഓർഗനൈസേഷൻ എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം ആ ഓർഗനൈസേഷനകത്തൊരു നല്ലൊരു ലീഡർഷിപ്പും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ്.
ഇറ്റ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി എന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളിൽ എല്ലാവർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകില്ല. ചില ആൾക്കാർക്ക് മാത്രം പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാകും. അതായത് അയാൾക്ക് കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാ ആൾക്കാർക്കും ലീഡർ ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണമെന്നില്ല. ഇതിലൊക്കെ ഒരു പേഴ്സണൽ ക്വാളിറ്റീസാണ്, അതായത് ഹ്യൂമൻസിന് മാത്രം പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഡീൽസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലംസ് ഓഫ് ഫോളോവേഴ്സ്. നമുക്ക് നല്ലൊരു ലീഡർ എന്ത് ചെയ്യാൻ പറ്റണം, അവരുടെ ഫോളോവേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ആരെന്ന് പറയേണ്ടത്, ഒരു ഗുഡ് ലീഡർ എന്ന് പറയേണ്ടത്. അപ്പോൾ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ദ ഓർഗനൈസേഷൻസ് ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സസ്. അവിടെ നിൽക്കുന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയെങ്കിൽ അവിടെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക, ദ ഫോളോവേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദ പേഴ്സണൽ ആൻഡ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് വിത്ത് ദ ലീഡർ. അല്ലേ, എന്ത് ചെയ്യും, നമ്മുടെ ഫോളോവേഴ്സ് ജോലി സംബന്ധമായതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് വ്യക്തിപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആരുമായിട്ട് ഡിസ്കസ് ചെയ്യും, നമ്മുടെ ലീഡറുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓർഗനൈസേഷന് ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്. ഇറ്റ്സ് കോർ ഈസ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദിയർ ഗോൾസ് വിത്ത് ദ ഓർഗനൈസേഷണൽ ഗോൾ. ലീഡർഷിപ്പിൻ്റെ പ്രധാന ധർമ്മം, ഓർഗനൈസേഷനകത്ത് ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഒരു ഓർഗനൈസേഷനകത്ത് ജോലി ചെയ്യാൻ വരുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും ആഗ്രഹം സാലറി നേടിയെടുക്കുക അല്ലെങ്കിൽ സാലറി വാങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഓർഗനൈസേഷന് ലാഭം ഉണ്ടായിക്കോട്ടെ, എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും ഓർഗനൈസേഷൻ ലാഭം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ലീഡർഷിപ്പ് ചെയ്യുന്നത് എന്താ, ഇൻ്റഗ്രേറ്റ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷന് അവരുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, എന്തെന്ന്, മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളത്. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ എയിം ഉണ്ടാവും, എന്തെന്ന്, ഏണിങ് സാലറി എന്നുള്ളത്. അപ്പോൾ ഒരു ലീഡർ എന്താ ചെയ്യുന്നത്, ആ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്തുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവുമായിട്ട്. അല്ലേ, എന്തിനാ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ട് കൂട്ടിച്ചേർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിൽ ലാഭം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ തൊഴിലാളികൾ അവർക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അപ്പോൾ എഫിഷ്യൻസി ഒന്നും മാക്സിമം ഉണ്ടാവില്ല, എഫേർട്ട് മാക്സിമം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഡർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ദ ലീഡർ മസ്റ്റ് ഇൻ്റഗ്രേറ്റ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, ഇറ്റ് ഫങ്ഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. അല്ലേ, ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടോപ്പ് ടു ബോട്ടമാണ്, മുകളിൽ നിന്നും താഴേക്കാണ്, അല്ലാതെ താഴെ നിന്ന് മുകളിലേക്കല്ല. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റിനെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മാനേജിങ് ഡയറക്ടർ എന്നുള്ളൊരു ലീഡറുണ്ട്, അതിന് താഴെയായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ളൊരു ലീഡറുണ്ട്, അതിന് താഴെയായിട്ട് ജനറൽ മാനേജർ എന്നുള്ളൊരു ലീഡറുണ്ട്, അതിനും താഴെയായിട്ട് മാനേജേഴ്സ് എന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ലീഡേഴ്സുണ്ട്. അങ്ങനെ താഴോട്ടാണ് ലീഡർഷിപ്പ് പോകുന്നത്. അല്ലേ, ഇനി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാണ്, ഇറ്റ്സ് സ്റ്റൈൽ വാരീസ് വിത്ത് സിറ്റുവേഷൻ. ലീഡർഷിപ്പ് സ്റ്റൈല് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. നമ്മുടെ ലോകത്ത് ലീഡർഷിപ്പിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് വരുന്നത്, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ 9 പോയിന്റുകളാണ് പ്രധാനപ്പെട്ടുള്ള നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 4 പീസ് ഓഫ് ലീഡർഷിപ്പ് പറയാം. അതായത് ലീഡർഷിപ്പിൻ്റെ പർപ്പസ്, പാഷൻ, അതുകൂടാതെ പേഴ്സണാലിറ്റി, പെർഫോമൻസ്, ഈ 4 ഘടകങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫാക്കാം. നമുക്ക് 4 പീസ് ഓഫ് ലീഡർഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 പീസ് ചെയ്താൽ, ഒന്നാമത്തെ പർപ്പസാണ്. അതായത് ഒരു ലീഡർക്ക്
ഒരു ലീഡർക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൽ ആ ലീഡർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാകണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അല്ലെങ്കിൽ എന്തിനാണ് താൻ ഫോളോവേഴ്സിനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉത്തരം ആരുടെ കയ്യിലുണ്ടാകണം? നമ്മുടെ ലീഡറിൻ്റെ കയ്യിലുണ്ടാകണം. അത് പർപ്പസ് അയാളുടെ കയ്യിലുണ്ടാകണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാഷനാണ്. ദ ലീഡർ മസ്റ്റ് ബി പാഷനേറ്റ് ഫോർ ഹിസ് ഓർ ഹെർ ഗോൾ. അതായത് ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പാഷൻ ഉണ്ടാകണം, അതിനോടൊരു ആസക്തി, അതായത് അതിനോടൊരു താല്പര്യം ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ലീഡർഷിപ്പിൽ. മൂന്നാമത്തെ പേഴ്സണാലിറ്റി. ഒരു ലീഡർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണം, അല്ലേ? അയാൾ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആവരുത്, അതായത് അഡാപ്റ്റീവ് ടു ചേഞ്ച് ആവണം. മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളാവണം. അത് മാത്രമല്ല ഫ്ലെക്സിബിൾ ആവണം. വളരെ അയവുള്ള ഒരാളാണ്, റിജിഡ് ആവാൻ പാടില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാവണം ആരെന്ന് പറയുന്നത്? ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പി ആണ് പറയുന്നത് പെർഫോമൻസ് അല്ല. അതായത് ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് എന്താണ്? ഡു സംതിങ് ബെറ്റർ, അല്ലേ? ഡൂയിങ് ഈസ് ബെറ്റർ ദാൻ നോയിങ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കി വെക്കണം. അറിയുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്നതാണ്, അറിവ് നേടുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്ത് കാണിക്കുന്നതെന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. അതായത് ദ ലീഡർ ഷുഡ് ബിലീവ് നോട്ട് ഓൺലി ഇൻ നോയിങ് ദ തിങ്സ് ബട്ട് ഓൾസോ ഇൻ ഡൂയിങ് ദി തിങ്സ്, അല്ലേ? ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല എന്തും കൂടി ചെയ്യുന്നതിലായിരിക്കണം. ആ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നതിലും കൂടെ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് നോക്കാം. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, അതായത് പ്രാധാന്യമാണ്. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത്. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യത്തിൽ ഒന്നാമത് പറയുന്നത് ഗൈഡ്സ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പിന് പ്രധാനപ്പെട്ടുള്ള കാരണം ആൾക്കാർ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും. ആൾക്കാർ ഗൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നിർദ്ദേശങ്ങൾ കൊടുക്കുക, ശരിയായ പാതയിലേക്ക് നയിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്, അല്ലേ? അപ്പോൾ ഒരു ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സബോർഡിനേറ്റ്സിന്, അയാളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗൈഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അല്ലേ? പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുകയും അവരെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? തൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവർക്ക് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത് ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് മൊറൈൽ. അതായത് ഓർഗനൈസേഷനകത്ത് ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ട് എന്തിന് സാധിക്കുന്നു? ആൾക്കാരുടെ ഇടയിൽ, അതായത് എംപ്ലോയീസിൻ്റെ ഇടയിൽ കോൺഫിഡൻസ്, അല്ലേ? കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്താ? കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മധൈര്യമൊക്കെ എന്ന് നമുക്ക് പറയാം. കോൺഫിഡൻസും മൊറയിലും ആത്മധൈര്യം, അല്ലേ? അപ്പോൾ കോൺഫിഡൻസും മൊറയിലും ആത്മധൈര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ? അതായത് ഒരു നല്ലൊരു ലീഡർ ഒരു ഗ്രൂപ്പിനകത്തുണ്ടെങ്കിൽ ആ ലീഡർ സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകും, അല്ലേ? അത് മാത്രമല്ല അവിടെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്തൊക്കെയാണ് നമ്മുടെ എംപ്ലോയീസിന് കൃത്യമായിട്ട് പറയാനുള്ളത്, അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ലീഡറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ, അതായത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എംപ്ലോയീസിന് കൊടുക്കുകയും എംപ്ലോയീസ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുകയും ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ അതെന്തുണ്ടാക്കും? ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു മൊറയിൽ, ഒരു ആത്മധൈര്യം ഉണ്ടാക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി വിവരങ്ങൾ തരാൻ ഒരാളുണ്ട് എന്നൊക്കെ ഒരു വിശ്വാസം എംപ്ലോയീസിൻ്റെ മനസ്സിലുണ്ടാകും, അല്ലേ? എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ അവരുടെ കോൺഫിഡൻസും ആത്മധൈര്യം മൊറയിലൊക്കെ വളരെ കൂടുമെന്നാണ് പറയുന്നത്. അതാണ് വേറൊരു പ്രാധാന്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ക്രിയേറ്റ് ഗുഡ് വർക്ക് എൻവിറോൺമെൻറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് പറയുന്നത്? ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തുണ്ടാക്കിയെടുക്കുക എന്നുള്ളത്? ഒരു ഹാർമോണിയസ് ആയിട്ട് അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ട്, ഒരു നല്ല സന്തോഷപൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സഹോദര്യം പുലർത്തുന്ന ഒരു നല്ലൊരു ജോലി അന്തരീക്ഷം
ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ എംപ്ലോയീസിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. അങ്ങനെ നല്ലൊരു സമാധാനം എംപ്ലോയീസിന് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് കിട്ടും, ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ്സ് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് വേറൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ എമംഗ് പീപ്പിൾ അല്ലേ. അച്ചടക്കം ഉണ്ടാക്കും, എന്തുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ലീഡർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു ലീഡർ എന്ത് ചെയ്യും, നല്ല നിർദ്ദേശങ്ങളും ഓർഡറുകളൊക്കെ കൊടുക്കും ആർക്ക്, സബോർഡിനേറ്റ്സിന്. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർഗനൈസേഷനകത്ത് അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏത് ചെയ്യാം, ഏത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ഒരു നല്ലൊരു ലീഡർ എന്ത് ചെയ്യും, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് പറഞ്ഞ് കൊടുക്കും അല്ലേ. അപ്പോൾ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിന് ഇങ്ങനെ നല്ല കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, മോശം കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പോൾ അവിടെ എന്തുണ്ടാക്കാം, നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഒരു ഗുഡ് ലീഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്, പ്രൊമോട്ട് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ കോർഡിനേഷനും കോപ്പറേഷനും അല്ലേ, സഹകരണം സഹവർത്തിത്വമൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് എന്തുണ്ടാക്കും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും, ടീം സ്പിരിറ്റ് ഉണ്ടാക്കും അല്ലേ. പിന്നെയോ ഇൻഡിവിജ്വൽ എഫേർട്സിനെ യൂണിഫൈ ചെയ്യും. ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസ് തമ്മിൽ പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പരസ്പര സഹകരണം ഉണ്ടാകുന്നു. അത് മാത്രമല്ല ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പ് ജയിക്കണം എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകുന്നു. അതുകൂടാതെ ഇൻഡിവിജ്വൽ എഫേർട്ട്, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയും എഫേർട്ടിനെ യൂണിഫൈ ചെയ്യുന്നു, അതായത് ഒരുപോലെ ആക്കുന്നു, എല്ലാവരുടെയും ഇൻഡിവിജ്വൽ എഫേർട്ട് ഒരേപോലെ ആക്കുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഗ്രൂപ്പിനകത്ത് ഒരു കോർഡിനേഷനും കോപ്പറേഷനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്, ഡെവലപ്സ് ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്. നല്ല മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതുകൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്, ലീഡർഷിപ്പ് കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡറെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് ഗൈഡ് ടു സബോർഡിനേറ്റ്സ് ആണ് അല്ലേ. ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് സബോർഡിനേറ്റിനെ നയിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ. അപ്പോൾ ഒരു ഗൈഡ് എന്ന രീതിയിൽ എംപ്ലോയീസിൻ്റെ മനസ്സിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ ടെൻഷനൊക്കെ അവർക്ക് കൃത്യമായിട്ടൊരു നല്ലൊരു ലീഡറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അതുമാത്രമല്ല നല്ലൊരു ലീഡർ എന്ത് ചെയ്യും, സബോർഡിനേറ്റ്സിനെ അഡ്വൈസ് ചെയ്യും അല്ലേ. എപ്പോഴെങ്കിലും ഈ എംപ്ലോയീസിന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അത് വർക്കിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും പേഴ്സണൽ പ്രോബ്ലംസ് ആയാലും എന്ത് ചെയ്യും, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിനെ അഡ്വൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പ്രശ്നങ്ങൾ വന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഇങ്ങനെയാണ് തലയൂരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തുണ്ടാകുന്നു, നല്ലൊരു ബന്ധം നമ്മുടെ ലീഡറും ഫോളോവേഴ്സും തമ്മിൽ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ അതേ സമയത്ത് ഇങ്ങനെ 2-way കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറയുകയും അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ലീഡർക്ക് അവിടുത്തെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, അവരുടെ ശക്തി എന്താ, ദൗർബല്യം എന്താ, അവരുടെ കഴിവെന്താ, അവരുടെ ടാലൻസ് എന്താ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരിൽ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കാനും ആർക്ക് പറ്റും, നമ്മുടെ ഒരു ലീഡർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാകും, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും, ആരൊക്കെ തമ്മിൽ, എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ, അല്ലെങ്കിൽ ലീഡറും ഫോളോവേഴ്സും തമ്മിൽ. അങ്ങനെ ആകുമ്പോൾ അവിടെ നല്ല ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത്, ഒരു ഗ്രൂപ്പിനകത്ത് എന്തുണ്ടാകും, ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടാകും.
ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് റെപ്രസെൻറ്റ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു ഗ്രൂപ്പിൽ 10-20 ആൾക്കാരുണ്ടെങ്കിൽ 20 ആൾക്കാരും ഒരു ലീഡറും കൂടെ 21 ആൾക്കാരുണ്ടെങ്കിൽ ആ 21ായിട്ടുള്ള ലീഡർ എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, ഒരു റെപ്ലിക്കയാണ്, ആ ഗ്രൂപ്പിൻ്റെ റെപ്ലിക്കയാണ്. അതായത് എന്താണോ ഗ്രൂപ്പിൽ ശരിയായിട്ട് പ്രവർത്തിക്കുന്നത് അതാണ് നമുക്ക് ആ ലീഡറെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലേ? അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ, അല്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പ് അംഗങ്ങളുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയാലും ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആയാലും ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ കോമൺ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം ഒരു ഓർഗനൈസേഷന് സക്സസ് ആവശ്യമാണെങ്കിൽ ദ ഓർഗനൈസേഷൻ നീഡ് ടു ആക്സെപ്റ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഹാപ്പണിങ് ഇൻ ദി എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. അതെപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ചേഞ്ചസ് ഓർഗനൈസേഷൻ ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ, അല്ലേ? അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ദ എംപ്ലോയീസ് ആർ റെസിസ്റ്റൻസ് ചേഞ്ച്, ദേ ആർ റിജിഡ് ഇൻ നേച്ചർ, അല്ലേ? ചില സമയങ്ങളിൽ എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല, ഈ മാറ്റങ്ങളെ അംഗീകരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അംഗീകരിക്കാത്ത എംപ്ലോയീസിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു, അവരുടെ ആ റെസിസ്റ്റൻസ് ചേഞ്ച് എന്നുള്ള ഒരു ബിഹേവിയർ മാറ്റിയിട്ട് അഡാപ്ഷൻസ് ടു ചേഞ്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് നമ്മൾ പറയേണ്ടത് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. അതിൽ നമുക്കറിയാം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലും ഡെമോക്രാറ്റിക്കും അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. അത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.